ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ഡാർക്ക് പ്ലേസസ് എന്ന് പറഞ്ഞ ഒരു മിസ്റ്ററി മൂവിയാണ്. ഒരു കുടുംബത്തിൽ കൂട്ടക്കൊലപാതകം നടക്കുന്നു. അതിലൊരു പെൺകുട്ടി ഒഴികെ ബാക്കി എല്ലാവരും മരിക്കുന്നു. കൊലപാതകത്തിന് കാരണം ആ പെൺകുട്ടിയുടെ ബ്രദർ ആണെന്ന് കരുതി എല്ലാവരും അവന്റെ തലയിൽ കുറ്റം ചാർത്തി ജയിലിൽ അടക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കേസ് പുനരന്വേഷണം നടത്തുന്നു. അതോടെ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവിലൂടെയാണ് കേസ് എത്തുന്നത്. ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉറക്കം വരാത്തതുകൊണ്ട് ലിബി എന്ന പെൺകുട്ടി അവളുടെ അമ്മ പാറ്റിയുടെ റൂമിലേക്ക് പോകുന്നതാണ് കാണിക്കുക. അവൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ഉറക്കം വരില്ല, അവസാനം ഉറങ്ങാൻ വേണ്ടി പാറ്റിയുടെ അടുത്ത് പോകും. അങ്ങനെ പോയി കിടക്കുമ്പോൾ പാറ്റി ലിബിയോട്, ലിബി ഐ ലവ് യു, ഞാൻ ഈ പറഞ്ഞത് എപ്പോഴും നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, മറക്കരുത് എന്ന് പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലുള്ള ലിബി ആയിരിക്കും കാണിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി അവളുടെ അമ്മയും പിന്നെ അവളുടെ 2 സിസ്റ്റേഴ്സും കൊല്ലപ്പെട്ടു. അതിന്റെ കാരണക്കാരൻ തന്റെ സ്വന്തം ബ്രദർ ബെൻ ആണെന്നാണ് ലിബി പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് 25 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ലിബി ഇപ്പം വളർന്നു വലുതായി. തന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും വിട്ടുപിരിയൽ അവളെ അടിമുടി അങ്ങ് മാറ്റിക്കളഞ്ഞു. അധികം ആരോടും മിണ്ടാറോ അടുക്കാറോ അങ്ങനെയൊന്നുമില്ല. ബെന്നിപ്പോ 28 വർഷമായിട്ട് ജയിലിൽ തന്നെയാണ്. അവളുടെ ഫാമിലി കൊല്ലപ്പെട്ടത് കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നാട്ടുകാരിൽ നിന്ന് ഡൊണേഷനൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പൈസ വെച്ചാണ് ഇവൾ ഇത്ര കാലം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ വേറെ പണിക്കൊന്നും പോകാറില്ല. എന്നാൽ ഇപ്പോ ഏതാണ്ട് ആ പൈസയൊക്കെ തീരാറായ അവസ്ഥയിലായിട്ടാണുള്ളത്. ഈ കാര്യം അവളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസർ അവളെ അറിയിക്കുന്നു. ഒന്നാമത് അവളുടെ റെന്റിന്റെ പൈസ തന്നെ ഡിലേ ആയിട്ടാണുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവളുടെ കാര്യം കഷ്ടത്തിലാകുമെന്ന് ലിബിക്ക് മനസ്സിലാകുന്നു. ലിബി അയാളോട് പുതിയ ഡൊണേഷൻ ഒന്നും കിട്ടിയില്ലേ, കൊലപാതകം കഴിഞ്ഞ് 13-ാം വർഷം ആവാൻ പോവുകയാണ്, അതുകൊണ്ട് അതിന്റെ പേരിൽ എന്തേലും പൈസ കിട്ടുമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നു. നിന്റെ വീട്ടിൽ നടന്ന കൊലപാതകം എല്ലാവരും മറന്നു തുടങ്ങി. നീ ചെറിയ കൊച്ചായതുകൊണ്ടാണ് അവർ നിനക്ക് ഡൊണേഷൻ തന്നത് തന്നെ. ഇപ്പൊ നീ കൊച്ചു കുഞ്ഞൊന്നല്ല. ഇനി വേറെ എവിടെയെങ്കിലും പുതിയ കൊലപാതകം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൊണേഷൻ അതിന്റെ ബന്ധപ്പെട്ടവർക്കാർക്കും പോവുക. അങ്ങനെയാണ് കാര്യങ്ങളോട് കിടപ്പെന്ന് അയാൾ ഇവളോട് പറയുന്നുണ്ട്. ഇവക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഉണ്ടാകില്ല. കാരണം ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമെന്ന് ഇവൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അതിനാൽ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസോ മറ്റെന്തേലും വഴിയൊന്നും അവൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അന്നേരം അയാൾ ഇവൾക്ക് ആരോ അയച്ച ലെറ്റർ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. ശേഷം റൂമിലെത്തി അവൾ ആ ലെറ്റർ അങ്ങ് തുറന്നു നോക്കുന്നു. അപ്പൊ അത് ഒരു ലായൽ എന്ന് പറഞ്ഞ ആളയച്ച ലെറ്റർ ആയിരിക്കും. ഈ ലായലിന് ലിബിയുടെ ഫാമിലി കൊല്ലപ്പെട്ടതിനെ പറ്റിയൊക്കെ അറിയാം. അപ്പൊ ഈ പുള്ളിക്ക് ഇവളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കൂടാതെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ $500 തരാമെന്നും എഴുതിയിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ 5ന്റെ പൈസയില്ല. എല്ലാം മുടിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾ ലായലിനെ കാണാൻ തീരുമാനിക്കുന്നു. ശേഷം ആ ലെറ്ററിൽ കൊടുത്ത ലായലിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെ, ഞാൻ ലിബി ആണെന്നും നിങ്ങൾ എനിക്കൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ നിങ്ങളെ കാണാൻ റെഡി ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ലായൽ വരേണ്ട ലൊക്കേഷനൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം ഇവൾ ലായലിനെ കാണാൻ പോകുന്നു. ഇവളെ കണ്ട സന്തോഷത്തിൽ ലായൽ ഇവളുടെ അടുത്ത് പോയി സംസാരിച്ച് ആ ഐസ് ബ്രേക്ക് ആക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇവൾ അമ്പിനോടും വില്ലിനോടും അടുക്കാത്ത അവസ്ഥയായിരിക്കും. എന്റെ അടുത്ത് വരണ്ട, എന്നെ തൊടാനും പാടില്ല എന്നൊക്കെ ഇവൾ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്ന് അവളുടെ വീട്ടിൽ നടന്ന സംഭവത്തിന് ശേഷം ഇവൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറാറ്. അവൾ ആരോടും അങ്ങനെ അടുക്കാറില്ല. പിന്നെ പൈസ കിട്ടുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവൾ ഇവനെ ഇവിടെ കാണാൻ വന്നത്. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വരാൻ പറഞ്ഞതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ, കിൽ ക്ലബ് എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഏജൻസി ഉണ്ട്. അപ്പോൾ സോൾവ് ചെയ്യാത്ത കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് സോൾവ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ക്ലബ്ബ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൽ തന്നെ ലോയേഴ്സും CID ഓഫീസേഴ്സും ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സും അങ്ങനെ പല കാറ്റഗറിയിലുള്ളവരും ഉണ്ട്. അപ്പൊ ഈ ലായലും ആ ക്ലബിലുള്ളതാണ്. ഇവർ ഇപ്പൊ അന്വേഷിക്കുന്നത് ലിബിയുടെ കുടുംബത്തിന്റെ കൊലപാതകത്തെ പറ്റിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവർ കുറെ അധികം ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇവർക്ക് കിട്ടിയ ഒരു അസംഷൻ എന്ന് പറയുന്നത് ബെൻ ഇതിൽ നിരപരാധിയാണെന്നാണ്. അപ്പൊ ആ ക്ലബിലേക്ക് പോയി അതിനെപ്പറ്റി കൂടുതൽ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ലിബിയെ ഇപ്പൊ ഇവൻ ഇവിടെ വിളിപ്പിച്ചത്. അപ്പൊ ബെന്നിനെ പുറത്തിറക്കാനാണ് ഇവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കിയ ഇവൾ ബെന്ന് നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ അധികം കഷ്ടപ്പെടേണ്ട, അതിനെ കൊണ്ട് ഒരു കാര്യമില്ല, അവനാണ് എല്ലാവരും കൊന്നത്, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും ആ ക്ലബിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഇവൾ പോകാൻ നോക്കുമ്പോൾ ലായൽ, പ്ലീസ് ഞാൻ നിനക്ക് $500 തരാമെന്ന് പറയുന്നു. എനിക്ക് $500 ഒന്നും പോരാ, $1000 എങ്കിലും വേണം, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ വരാമെന്ന് ഇവൾ പറയുന്നു. കൊലപാതകത്തിന്റെ സത്യാവസ്ഥ അറിയാനോ ബെന്നിന്റെ നിരപരാധിത്വം തെളിയിക്കാനോ വേണ്ടിയല്ല ഇവൾ വരാമെന്ന് സമ്മതിച്ചത്. പൈസ, അത് മാത്രമാണ് ഇവളുടെ ഇപ്പോൾ ഉള്ള ലക്ഷ്യം. അതുകൊണ്ട് മാത്രമാണ് ഇവൾ വരാമെന്ന് സമ്മതിച്ചത്. അപ്പൊ ഇവൻ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ലിബിയുടെ വീടായിരിക്കും കാണിക്കുന്നത്. അവിടെ ലിബി, ബെൻ, അവളുടെ അമ്മ പേറ്റി, പിന്നെ ചേച്ചിമാരായ മിഷേൽ, ഡെബി അവരൊക്കെ ഉണ്ട്. മിഷേൽ ആളൊരു വേണ്ടുന്ന കാര്യത്തിലായാലും വേണ്ടാത്ത കാര്യങ്ങളിലായാലും തലയിടുന്ന ഒരു ടൈപ്പാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഇവക്ക്
പ്രത്യേക താല്പര്യമാണ്. ബെന്നിന് ഇവൾക്ക് അത്ര ഇഷ്ടമല്ല. ബെന്നിനെ കണ്ണെടുത്ത കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ ബെന്നും മിഷേലും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടലാണ് പണി. പക്ഷേ ലിബിയുടെ കേസ് അങ്ങനെയല്ല. ലിബിക്ക് ബെന്നിനെ നല്ല കാര്യമാണ്. പാറ്റിന്റെ ഹസ്ബൻഡ് റണ്ണർ ഏത് നേരവും കുടിച്ച് നടക്കലാണ് പണി. അതുകൊണ്ട് തന്നെ അങ്ങേര് മര്യാദയ്ക്ക് വീട്ടിൽ വരികയുമില്ല, ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുമില്ല. പാറ്റി ഒരു ഫാർമറാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കി നടത്തി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തിയിട്ടാണ് ഇവർ ഇപ്പൊ ജീവിക്കുന്നത്. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പ്രസന്റിൽ ആ ക്ലബിലേക്ക് പോകുന്ന ലിബി ആയിരിക്കും കാണിക്കുന്നത്. അവളുടെ കൂടെ ലായലുമുണ്ട്. ശേഷം ആ ക്ലബിലുള്ളവർ ഇവളോട് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് മാഗ്ഡ എന്ന ലേഡി ലിബിയോട് അല്ല ആളുകൾ പറയുന്നത് നിന്റെ അച്ഛനാണ് നിന്റെ അമ്മയെയും സിസ്റ്റേഴ്സിനെയും കൊന്നതെന്നാണല്ലോ. മാത്രമല്ല പൈസക്ക് വേണ്ടി നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ വല്ലാതെ ശല്യം ചെയ്തിട്ടുണ്ട്. അവസാനം പൈസക്ക് വേണ്ടിയാണ് അവരെ കൊന്നത് എന്നുള്ള സംസാരമൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ തന്നെ അങ്ങേര് എന്തോ കാരണം കൊണ്ട് ദേഷ്യം വന്ന് വീട് വിട്ട് ഇറങ്ങി പോയതാണ്. അല്ല മിഷേലിന്റെ ബെഡ്ഷീറ്റിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരുടെയും ബ്ലഡ് അല്ല. അതുകൊണ്ട് ബെന്നിനെ പുറത്തിറക്കാൻ ഞങ്ങൾക്ക് ഇനിയും തെളിവുകൾ ആവശ്യമുണ്ട്. സോ നീ അന്ന് ബെന്നിനെതിരെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി അവൻ ഇന്നസെന്റ് ആണെന്ന് പറയണമെന്ന് ഇവളോട് പറയുന്നു. അപ്പൊ ബെന്നും അവന്റെ ഫ്രണ്ട്സും പണ്ട് സാത്താൻ സേവ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മൃഗങ്ങളൊക്കെ കുരുതി കൊടുത്ത കാര്യങ്ങളൊക്കെ ആളുകൾക്കിടയിൽ അന്നേരം ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അധികം ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയിട്ടില്ല. അവനെ അങ്ങ് അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും ബെൻ എതിർത്ത് പറയുകയോ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ നോക്കുകയോ ഉണ്ടായിട്ടില്ല. അവൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവൻ അപ്പീലിന് പോകാതിരുന്നത്. ലിബി അവൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അപ്പീൽ കിട്ടിയിട്ടില്ല. സോ അവൻ പിന്നെ അതിന് ശ്രമിച്ചതിനെ കൊണ്ട് കാര്യമില്ല എന്ന് അവന് മനസ്സിലായി എന്ന് ഇവർ പറയുന്നു. ബട്ട് ഇവൾക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ആർക്കും അറിയില്ല അന്ന് രാത്രി എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. പാറ്റിയെ കാണാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും ജോസഫ് എന്ന് പറഞ്ഞ ആള് വരുന്നു. അപ്പൊ അയാൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പാറ്റി ഫാമിന്റെ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഇങ്ങനെ പോയാൽ ഫാം ബാങ്കിന്റെ കീഴിലാകുമെന്ന് ജോസഫ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, എന്റെ ആനിമൽസിനെയും പിന്നെ കുറച്ച് മെഷീനറീസും വിൽക്കാമെന്ന് ഇവള് പറയുന്നു. ആനിമൽസിനെ വിറ്റാൽ നിനക്ക് വേണ്ടത്ര പൈസ ഒന്നും കിട്ടില്ല. പിന്നെ നിന്റെ കയ്യിലുള്ള ഒരുവിധം മെഷീനറിയൊക്കെ നീ ഓൾറെഡി വിറ്റതാണല്ലോ. ഇപ്പൊ നിന്റെ എന്താ ഉള്ളത്? ഒന്നുകിൽ ആരോടെങ്കിലും കടം വാങ്ങിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മോഷ്ടിക്കുക. അതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. പാറ്റിയാണെങ്കിൽ എല്ലാം കൈവിട്ട് പോയി ആകെ മൊത്തം തകർന്ന അവസ്ഥയിലായിരിക്കും. എന്ത് ചെയ്യും, ആരോട് പൈസക്ക് ചോദിക്കും എന്നൊക്കെ ഓർത്ത് അവൾക്ക് ഒരു ഐഡിയ ഉണ്ടാകില്ല. പ്രസന്റിൽ ഇവിടെ ലിബി ക്ലബിൽ നിന്ന് ഇറങ്ങുന്നു. ബെന്നാണ് കില്ലർ എന്ന് തർക്കിച്ച് അവൾ അവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഇവൾക്കാണെങ്കിൽ പൈസയും വേണം. ആകെ മൊത്തം പെട്ട അവസ്ഥയെ. അപ്പോഴേക്കും ലായൽ അവിടെ വരുന്നു. ലായൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ പങ്കെടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 3 ആഴ്ച വർക്ക് ചെയ്യാം. പകരം എനിക്ക് പൈസ കിട്ടിയാൽ മാത്രം മതി എന്ന് ഇവൾ പറയുന്നു. അങ്ങനെ ഇവൻ അതിന് സമ്മതിക്കുന്നു. അല്ല ബെന്നല്ല കൊന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അവൻ അപ്പീലിന് ട്രൈ ചെയ്തില്ല? അത് നീ അവനോട് തന്നെ നേരിട്ട് പോയി ചോദിക്കണമെന്ന് ഇവൻ പറയുന്നു. എനിക്ക് $500 അഡ്വാൻസ് ആയിട്ട് വേണം. എന്തിനാ? എന്റെ കാറ് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിട്ടാണുള്ളത്. തിരിച്ചെടുക്കാനാണെങ്കിൽ എന്റെ ഒറ്റ പൈസയില്ല. അങ്ങനെ ലായൽ ആ പൈസ കൊടുത്തുകൊണ്ട് നീ ഇന്ന് എന്നെ ബെന്നിനെ കാണാൻ പോകണമെന്ന് പറയുന്നു. വലിയ താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി അവൾ പോകാമെന്ന് മനസ്സോടെ സമ്മതിക്കുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം അവൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവളുടെ ആ കാർ എടുത്ത് ബെന്നിനെ കാണാൻ ജയിലിൽ പോകുന്നു. അപ്പൊ അവളെ കണ്ടതിന് ശേഷം ബെന്ന് നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എനിക്ക് തോന്നിയിട്ടോ താല്പര്യമുണ്ടായിട്ടോ ഒന്നുമല്ല നിന്നെ കാണാൻ വന്നത്. പുറത്തുള്ള കുറച്ചെണ്ണം നിന്നെ പുറത്തിറക്കാനുള്ള പ്ലാനിങ് ആണ്. നീയൊന്നും ചെയ്തില്ല എന്നാണ് അവന്മാർ പറഞ്ഞു നടക്കുന്നത്. അല്ല ഇവിടുത്തെ ലൈഫ് എങ്ങനെയുണ്ടെന്ന് ഇവൾ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ല നീ ആകെ കോലം കെട്ട് പോയല്ലോ എന്ന് ഇവൻ ചോദിക്കുന്നു. ഇത് നീ തന്നെയാണോ ചോദിക്കുന്നത്? നീ നന്നായോ? വൈ ആർ യു ബീങ് നൈസ് ടു മീ? നീ തന്നെയാണ് എല്ലാവരെയും കൊന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നായിരിക്കും ഇവൻ പറയുന്നേ. ശരി, നീ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നീ അപ്പീലിന് കൊടുത്തിട്ടില്ല? നീ ചുമ്മാ കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ബെൻ അവന്റെ കാമുകയായ ഡിയോൺഡ്രയെ കാണാൻ പോകുന്ന പാസ്റ്റ് ആയിരിക്കും കാണിക്കുക. ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പൊ ഇവൾ പ്രഗ്നന്റ് ആണ്. ഈ കാര്യം പാറ്റിക്ക് അറിയില്ലെങ്കിലും മിഷേലിന് ഈ കാര്യം അറിയാം. ഓൾറെഡി പറഞ്ഞതാണല്ലോ നമ്മളുടെ മിഷേലിനെ പറ്റി. അവൾ എങ്ങനെയാലും ഏത് വഴിയായാലും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഇപ്പൊ ഡിയോൺഡ്ര പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മിഷേൽ അവളുടെ സ്കൂളിലൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ബെൻ ആ മിഷേലിനോട് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം സ്കൂളിൽ പറഞ്ഞ് നടക്കില്ല എന്ന് പറ. എന്റെ അച്ഛൻ എങ്ങാനും അറിഞ്ഞാ പിന്നെ അത് മതി, എന്നെ പിന്നെ വെച്ചേക്കില്ല. അച്ഛൻ ഈ കാര്യം അറിയും മുമ്പേ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛന്റെ അടുത്ത് പോയിട്ട് കുറച്ച് പൈസ ചോദിക്കെന്ന് ഡിയോൺഡ്രോ പറയുന്നു. പക്ഷെ ബെന്നിന് അവന്റെ അച്ഛൻ
അച്ഛൻ ഇപ്പൊ എവിടെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. അയാൾ ഓൾറെഡി വീട് വിട്ടു പോയതാണല്ലോ. ആ സമയത്തായിരിക്കും അവരുടെ ഫ്രണ്ടായ ട്രേ വന്നിട്ട് ബെന്നിന്റെ അച്ഛൻ ഇങ്ങനെ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണെന്നും ഞാനും അവിടുന്ന് അത് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കേട്ട് ഡിയോൺഡ്ര ബെന്നിനോട് എങ്കിൽ നമുക്ക് വേഗം നിന്റെ അച്ഛന്റെ അടുത്ത് പോയിട്ട് പൈസ വാങ്ങിക്കാമെന്ന് പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് പ്രസന്റിൽ ലായ ലിബിയോട് നിന്റെ വീട്ടുകാരെ കൊന്നത് ക്രിസിയുടെ അച്ഛനാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അയാളൊരു വല്ലാത്ത ടൈപ്പ് സ്വഭാവക്കാരനാണ്. അയാൾ ഒരുപാട് തവണ ജയിലിലൊക്കെ പോയിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഈ ക്രിസി എന്ന് പറഞ്ഞ പെണ്ണ് അവളുടെ പേരൻസിനോട് ബെന്നി തന്നെയും തന്റെ ഫ്രണ്ട്സിനെയും അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ദേഷ്യത്തിൽ ചിലപ്പോൾ അവളുടെ അച്ഛൻ തന്നെയായിരിക്കും ലിബിയുടെ ഫാമിലിയെ കൊന്നത് എന്നാണ് ലായൽ പറഞ്ഞു വരുന്നത്. ശേഷം ലായൽ ക്രിസിയുടെ അവർ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഫയൽ ലിബിക്ക് കൈമാറുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അന്ന് രാത്രി ആ ഫയൽ നോക്കുന്ന സമയത്ത് ക്രിസിയുടെ അമ്മയുടെ ഫോൺ നമ്പർ അതിൽ കൊടുത്തത് കണ്ട ലിബി അതിൽ വിളിച്ചിട്ട് അവളുടെ ഒറിജിനൽ പേര് പറയാതെ എന്റെ പേര് സ്റ്റെഫി, ക്രിസിക്കൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ആ സ്ത്രീ ക്രിസിയുടെ പേരും പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, നോക്ക് ഞാനിപ്പോ വേറെ മാരേജ് ചെയ്തു, പഴയ ഫാമിലി ആയിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല എന്നൊക്കെ ഇവർ പറയുന്നു. അപ്പൊ ഇവൾ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് വല്ല ബാറിലോ കിടന്ന് അലയുന്നുണ്ടാകും, ക്രിസി ഇപ്പോ സ്ട്രിപ്പ് ക്ലബിലാണ് വർക്ക് ചെയ്യുന്നത്, ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ആ സ്ത്രീ കോൾ കട്ട് ചെയ്യും. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ പാസ്റ്റ് ആയിരിക്കും കാണിക്കുക. ബെന്നി ക്രിസിയെയും അവളുടെ ഫ്രണ്ട്സിനെയും അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന പേരിൽ പാറ്റിയെ സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു. പാറ്റിയുടെ കൂടെ പാറ്റിയുടെ ചേച്ചിയായ ഡയനുമുണ്ട്. അന്ന് പാറ്റി കൊല്ലപ്പെട്ടതിന് ശേഷം ലിബി ഈ ഡയന്റെ കൂടെയായിരുന്നു താമസിച്ചത്. പിന്നെ ഡയൻ മരിച്ചതിന് ശേഷം ലിബി ഒറ്റക്കായി. അപ്പൊ ഇവിടെ സാത്താൻ സേവയുടെ ഭാഗമായിട്ടാണ് ബെന്നി തന്നെ അബ്യൂസ് ചെയ്തതെന്നാണ് ക്രിസി അവളുടെ പേരൻസിനോട് പറഞ്ഞിട്ടുള്ളത്. ക്രിസി പറഞ്ഞതല്ലാതെ ബെന്നാണ് അവരെ അബ്യൂസ് ചെയ്തതെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് ഡയൻ ചോദിക്കുമ്പോൾ ബെൻ അവക്കയച്ച ലെറ്റേഴ്സ് ഒക്കെ ഞങ്ങളുടെ പക്കലുണ്ട്, നിങ്ങൾക്ക് 3 പെൺമക്കളല്ലേ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മറ്റാരെക്കാളും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്കായിരിക്കും ആഗ്രഹം, പിന്നെ എന്തായാലും നിങ്ങളൊരു ലോയറിനെ റെഡിയാക്കിക്കോ എന്ന് ഇയാൾ പറയുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് ശേഷം ബെന്നിനെതിരെ ഉന്നയിച്ച കുറ്റം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി പാറ്റി നേരെ ക്രിസിയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ക്രിസിയെ കൂടാതെ ബെന്നി തങ്ങളെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ മറ്റു പെൺകുട്ടികളും അവിടെയുണ്ട്. പാറ്റി കണ്ടതും ക്രിസിയും ബാക്കി പിള്ളേരും പേടിച്ച് കരയാൻ തുടങ്ങുന്നു. അവർ കരയുന്നത് കണ്ട് ക്രിസിയുടെ അമ്മ പാറ്റിയോട് നിനക്ക് 4 പിള്ളേരല്ലേ, അതിലൊന്നിനെ പോലും നിനക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ നാണം കെടുത്തി ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പാറ്റി അവിടുന്ന് പുറത്താക്കുന്നു. ഇവിടെ പ്രസന്റിൽ ക്രിസിയെ കാണാൻ വേണ്ടി ലിബിയും ലായലും അവൾ വർക്ക് ചെയ്യുന്ന ക്ലബിലേക്ക് പോകുന്നു. ലായൽ ക്രിസിയോട് നീ ഇപ്പൊ ഫ്രീ ആണോ, എനിക്ക് നിന്നോട് ബെന്നിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവൾ അതിന് സമ്മതിക്കുന്നു. കൂടെയുള്ള ലിബിയെ പെട്ടെന്ന് കണ്ട ക്രിസിക്ക് അത് ബെന്നിന്റെ സിസ്റ്റർ ആണെന്ന് മനസ്സിലാകില്ല. അപ്പൊ ലായൽ ബെന്നിനെ കുറിച്ച് ഓരോന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ബെന്നാണ് എന്റെ ലൈഫ് നശിപ്പിച്ചത്, എനിക്ക് വെറും 11 വയസ്സുള്ളപ്പോഴാണ് അവൻ എന്നെ അബ്യൂസ് ചെയ്തത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ എന്നെ അവൻ കൊല്ലുമെന്ന ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ പകരം അവൻ കൊന്നതോ അവന്റെ ഫാമിലിയെയും. എന്റെ അച്ഛന് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അന്ന് അവനെ അച്ഛന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ അച്ഛൻ അവനെ കൊന്നു കളഞ്ഞേനെ, അച്ഛൻ അവനെ അന്ന് കൊന്നെങ്കിൽ ഇന്ന് അവന്റെ ഫാമിലി കൊല്ലപ്പെടില്ലായിരുന്നു എന്നിവൾ പറയുന്നു. അല്ല ഇപ്പൊ നിന്റെ അച്ഛൻ എവിടെയാ താമസിക്കുന്നത് എന്ന് ലായൽ ചോദിക്കുമ്പോൾ അച്ഛനുമായിട്ട് എനിക്കിപ്പോ അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല എന്ന് ഇവള് പറയുന്നു. ശേഷം കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ക്രിസി അവരോട് നിങ്ങളുടെ അടുത്ത് 20 ബക്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ലിബി ആയിരിക്കും ആ പൈസ ക്രിസിക്ക് കൊടുക്കുന്നേ, ഞാൻ നിന്റെ ഈ പൈസ എന്തായാലും തിരിച്ചു തരും, നിന്റെ അഡ്രസ് ഒന്ന് താ എന്ന് പറയുമ്പോൾ ലിബി അവളുടെ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. അപ്പോഴായിരിക്കും അത് ബെന്നിന്റെ സിസ്റ്റർ ആണെന്ന് ഇവക്ക് മനസ്സിലാകുന്നേ. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാസ്റ്റിൽ ക്രിസിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പാറ്റി ഡയനോട് ഞാൻ ശരിക്കും ഒരു നല്ല അമ്മയല്ല, എനിക്ക് എന്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കാൻ പറ്റിയിട്ടില്ല, ബെന്നിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ കാണുന്നില്ലേ, ഞാൻ അവനെ മര്യാദയ്ക്ക് വളർത്തിയെങ്കിൽ ഇന്ന് അവൻ ഇങ്ങനെ ആകില്ലായിരുന്നു, ചിലപ്പോ അങ്ങ് ചത്ത് കളഞ്ഞാലോ എന്നൊക്കെ തോന്നുന്നു എന്ന് പറയുന്നു. നീ ഇല്ലാതായി കഴിഞ്ഞാൽ അപ്പൊ നിന്റെ മക്കളോ, അവര് പിന്നെ എന്ത് ചെയ്യുമെന്ന് ഡയാന് ചോദിക്കുമ്പോ നീ അവരെ വളർത്തില്ലേ, അവരുടെ അച്ഛനാണെങ്കിൽ ഒരു ബോധവുമില്ലാതെ തോന്നിയ പോലെ എവിടെയോ നടക്കുകയാണ്, ഒരു അമ്മ എന്ന നിലയിൽ ഞാനും തോറ്റുപോയി എന്ന് പാറ്റി പറയുന്നു. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോഴുണ്ടാകും അവിടെ പാറ്റിയുടെ ഹസ്ബൻഡായ റണ്ണറിന്റെ വണ്ടി പുറത്ത്. പാറ്റിക്ക് ഒന്നാമത് റണ്ണറിന്റെ സ്വഭാവം കൊണ്ടും അയാളുടെ കയ്യിലിരിപ്പും കൊണ്ടും അയാളെ തീരെ ഇഷ്ടമല്ല. ഡയൻ അവളോട് ഞാൻ നിന്റെ കൂടെ അകത്ത് വരണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട നീ പൊക്കോ എന്ന് പറഞ്ഞ് പാറ്റി അകത്തേക്ക് കയറുന്നു. പാറ്റിയെ കണ്ട റണ്ണർ ഞാൻ ടെക്സസിലേക്ക് മാറാൻ പോവുകയാണ്, സോ
എനിക്ക് കുറച്ച് കാശ് വേണം, അർജന്റ് ആണെന്ന് പറയുന്നു. സ്വന്തം ഭാര്യയെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടിട്ടും അവളോട് അവളെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ഒന്നും ചോദിക്കാതെ ആദ്യം തന്നെ ചോദിച്ചത് പൈസയെക്കുറിച്ച്. നല്ല ബെസ്റ്റ് ഹസ്ബൻഡ്. എന്റെ കയ്യിൽ എവിടുന്നാ, എന്റെ ഒന്നുമില്ല, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. ബെന്നാണെങ്കിൽ അതിനിടയിൽ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി. ഇപ്പൊ അതിനു വേണ്ടി ഒരു ലോയറിനെ എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പാറ്റ് പറയുന്നു. ഓ, അപ്പൊ ലോയറിന് കൊടുക്കാനുള്ള പൈസ നിന്റെ ഉണ്ടാകുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് റണ്ണർ പാറ്റിയുടെ ബാഗിൽ പൈസ പരതാൻ തുടങ്ങുന്നു. എന്നാൽ അതിനകത്ത് ഒന്നും ഉണ്ടാകില്ല. ശേഷം അവളുടെ കഴുത്തിൽ കിടക്കുന്ന റൂബിയുടെ മാല തരാൻ വേണ്ടി പറഞ്ഞ് അവൻ വല്ലാതെ ബഹളം വെക്കുന്നു. റണ്ണർ, ഇത് ഞാൻ ഒരിക്കലും തരില്ല, ഇതെന്റെ അമ്മൂമ്മയുടേതാണ്, ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണെന്നൊക്കെ ഇവളും പറയുന്നു. അവസാനം ഒന്നും കിട്ടാത്ത ദേഷ്യത്തിൽ പാറ്റിയെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് 2 തെറിയും വിളിച്ച് അവൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ പ്രസന്റിൽ ലിബി റണ്ണർ താമസിക്കുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അയാളുടെ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് അയാളെ അന്വേഷിക്കുന്നതാണ് കാണിക്കുക. അപ്പൊ അവിടുത്തെ മാനേജർ, ആ റണ്ണറിനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചു, ഏത് നേരവും നോക്കിയാലും അവൻ വെള്ളത്തിലാ, ഞാൻ 3 തവണ അവന് വാണിംഗ് കൊടുത്തതാ, എനിക്ക് കുടിയന്മാരെ ഇവിടെ നിർത്താൻ താല്പര്യമില്ല, സോ ഞാൻ അവനെ പറഞ്ഞയച്ചു എന്ന് പറയുന്നു. എങ്കിൽ എവിടെ പോയാലാണ് ഇനി റണ്ണറിനെ കാണാൻ പറ്റുക എന്ന് ലിബി ചോദിക്കുമ്പോൾ അവൻ മിക്കവാറും ആ ടോക്സിക് വേസ്റ്റ് സൈറ്റില്ലേ, അവിടെ എങ്ങാനും ഉണ്ടാകുമെന്ന് അയാൾ പറയുന്നു. ശേഷം അവൾ ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ഒന്നും പറയണ്ട, ആകെ മൊത്തം ചീഞ്ഞളിഞ്ഞ വേസ്റ്റും മുഷിഞ്ഞ നാറ്റവും. അവിടെ തന്നെ വേറെയും ഹോംലെസ് ആയിട്ടുള്ളവർ ഷെൽട്ടർ കെട്ടി താമസിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾ റണ്ണറിനെ കാണുന്നു. അപ്പോൾ അയാൾ താഴെ നിന്ന് തോക്ക് ചൂണ്ടിക്കൊണ്ട് അവളോട് ആരാ എന്ന് ചോദിക്കുന്നു. തോക്ക് താഴ്ത്ത്, ഞാൻ നിങ്ങളുടെ മകളാണെന്ന് ഇവള് പറയുന്നു. നീ എന്റെ മകളാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും, നീ അത് തെളിയിക്കെന്ന് അയാൾ പറയുമ്പോ എനിക്കത് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അത് ലിബി ആണെന്ന് റണ്ണറിന് മനസ്സിലാകുന്നത്. അവളോട് റണ്ണർ, നിനക്ക് ഓർമ്മയുണ്ടോ കുഞ്ഞുനാളിൽ ഞാൻ നിനക്ക് ആഷ്ട്രേ വാങ്ങി തന്നത് എന്നൊക്കെ ചോദിക്കുന്നു. സ്വന്തം മകൾക്കാണ് ഇയാൾ ആഷ്ട്രേ വാങ്ങിച്ചു കൊടുത്തത്. അല്ല, ഇങ്ങേരുടെ അടുത്ത് നീ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാലും മതി. ലിബി അതൊന്നും മൈൻഡ് ചെയ്യാതെ, സത്യം പറ, അന്ന് നമ്മളുടെ വീട്ടിൽ കൊലപാതകം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് രാത്രി നിങ്ങൾ പൈസക്ക് വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളല്ലേ എന്റെ അമ്മയെ കൊന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് തന്നെ ഓർമ്മയില്ല അന്ന് ഞാൻ എവിടെയായിരുന്നു എന്ന്. പിന്നെ ബെന്നിന്റെ കാമുകി ആ ഡിയോൺട്ര, അവളെ പിന്നെ കണ്ടുപിടിച്ചായിരുന്നു? മിക്കവാറും ബെന്നും ആ ട്രെയും ചേർന്ന് അവളെ കൊന്നിട്ടുണ്ടാകും. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോൾ, അല്ല, ഈ ഡിയോൺട്ര അന്ന് പ്രഗ്നന്റ് ആയിരുന്നല്ലോ, പ്രഗ്നന്റ് ലേഡീസിനൊക്കെ കൊന്ന് സാത്താന്മാരെ ആരാധിക്കുന്ന ഒരു തരം ചടങ്ങൊക്കെ ഉണ്ടെന്ന് റണ്ണർ പറയുന്നു. അപ്പോഴായിരിക്കും ഇവൾ ഡിയോൺട്ര അന്ന് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്. അത് കേട്ട് ലിബിയുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്ത് മുളക്കുന്നുണ്ട്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് പാസ്റ്റിൽ ഒളിച്ചോടാൻ വേണ്ടി പൈസക്ക് റണ്ണറിന്റെ അടുത്ത് പോകുന്ന ബെന്നിനെയും ഡിയോൺട്രയുമാണ്. അവരുടെ കൂടെ ട്രേയും പോകുന്നുണ്ട്. ട്രേയുടെ കയ്യിൽ നിന്ന് മുമ്പ് ഗാംബ്ലിങ്ങിന് വേണ്ടി റണ്ണർ ഒരുപാട് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസയൊന്നും ഈ റണ്ണർ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുമില്ല. അങ്ങനെ അവർ റണ്ണറിനെ കാണുന്നു. ട്രേ അയാളോട് ബെന്നും ഡിയോൺട്രയും നാളെ രാത്രി ഒളിച്ചോട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, സോ അവർക്ക് വേണ്ട പൈസ കൊടുത്തു, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ശേഷം ബെന്ന് റണ്ണറിനോട് ഇങ്ങനെ ഡിയോൺട്ര പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ റണ്ണർ, അവളുടെ വയറ്റിലുള്ള കൊച്ച് നിന്റെ തന്നെയാണോ എന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പെന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ തിരിച്ചു വരുന്ന വഴി ട്രേയും ഡിയോൺട്രയും നല്ലോണം സ്റ്റെപ്പ് വലിച്ചു കയറ്റുന്നുണ്ട്. എന്നിട്ട് അത് ബെന്നിന് കൊടുത്തിട്ട് അവനോട് അത് അടിക്കാൻ പറയുന്നു. ബെന്നിന് വലിയ താല്പര്യമില്ലെങ്കിൽ പോലും അവരുടെ നിർബന്ധപ്രകാരം അവനും അത് ചെയ്യുന്നു. എന്നിട്ട് ഇവർ സാത്താൻ സേവയ്ക്ക് വേണ്ടിയുള്ള റിച്വൽസിന് വേണ്ടി അവിടെയുള്ള പശുക്കളെയൊക്കെ കൊല്ലുന്നുണ്ട്. ഇവരിങ്ങനെ സാത്താൻ സേവയ്ക്ക് വേണ്ടി മൃഗങ്ങളെയൊക്കെ കുരുതി കൊടുത്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞതൊക്കെ അവ സത്യമായിരുന്നു. ബെന്നിന് അതിനൊന്നും വലിയ താല്പര്യമില്ല. ഈ ഡിയോൺട്രയും ട്രേയും അവനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പ്രസന്റിൽ ബെന്നിനെ കാണാൻ പോകുന്ന ലിബിയാണ്. എന്നിട്ട് നിന്റെ ആ പഴയ കാമുകി ഡിയോൺട്ര, അവളെവിടെ? അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നു. ഏത് കുഞ്ഞ്, എന്ത് കുഞ്ഞ്, നീ ഏത് കുഞ്ഞിന്റെ കാര്യമാണ് ഈ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ വിഷയം മാറ്റാൻ നോക്കുന്നുണ്ട്. ഇവൻ എന്തോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് ലിബിക്കും മനസ്സിലാകുന്നുണ്ട്. മുമ്പ് നീ അന്ന് രാത്രി കൊലപാതകം നടന്ന സമയത്ത് ഞാനാണ് അതിന് പിന്നിലെന്ന് കരുതി എല്ലാവരോടും പറഞ്ഞു. അത് നിന്റെ ആ ചെറിയ പ്രായത്തിൽ പറ്റിയ ഒരു തെറ്റിദ്ധാരണയാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇത്രയും വലുതായിട്ടും നീ ഇപ്പോഴും കരുതുന്നുണ്ടോ ഞാനാണ് നമ്മളുടെ ഫാമിലിയെ കൊന്നത് എന്ന് ബെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പാസ്റ്റ് ആണ്. ബെന്നിനെതിരെ ഇങ്ങനെ അബ്യൂസിന്റെ പേരും പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവനാണെങ്കിൽ തനിക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയയും ഉണ്ടാകില്ല. അവൻ ഇപ്പോൾ ഉള്ളത് ഡിയോൺട്രയുടെ കൂടെയായിരിക്കും. ഇവിടെ മറുഭാഗത്ത് ലിബി ബെൻ എവിടെ പോയി, എനിക്ക് അവനെ കാണണമെന്ന് പറയുമ്പോൾ മിഷേൽ സ്കൂളിൽ എല്ലാവർക്കും ബെൻ ആ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്ത കാര്യമെല്ലാം അറിയാമെന്ന് പറയുന്നു. അത് കേട്ട് പാറ്റി മിഷേലിനോട്, മിഷേൽ, അവൻ നിന്റെ ബ്രദറാണ്, അവനെക്കുറിച്ച് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. മിഷേലിന് ബെന്നിനെ
ഒട്ടും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അവൻ ഈ സാത്താൻ സേവയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ആളത്ര ശരിയല്ല. അല്ല, നിന്നെ ബെൻ എപ്പോഴെങ്കിലും മോശമായ ഉദ്ദേശത്തോടെ തൊടുകയോ മറ്റു ചെയ്തിട്ടുണ്ടോ എന്ന് പാറ്റ് ചോദിക്കുമ്പോൾ എന്നെ തള്ളിയിടാനും മുടി പിടിച്ച് വലിക്കാനും മാത്രമാണ് അവൻ എന്നെ തൊട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമല്ല. അവന് പ്രാന്താണ്. അമ്മ വേണമെങ്കിൽ അവന്റെ റൂമിൽ പോയി നോക്കിക്കോ, അവിടെ കഞ്ചാവും മറ്റു വേണ്ടാത്ത കുറെ സാധനങ്ങൾ കാണാനാകുമെന്ന് മിഷേൽ പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാറ്റി മിഷേൽ പറഞ്ഞത് കൊണ്ട് തന്നെ ബെന്നിന്റെ റൂമിൽ എന്തേലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. അപ്പൊ അവിടെയുള്ളൊരു ബുക്കിൽ സാത്താൻ സേവയെക്കുറിച്ചും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമ്മയും കുഞ്ഞിനെയും കൊല്ലുന്നതും അങ്ങനെ എന്തൊക്കെയോ ഇവൻ എഴുതി വെച്ചത് ഇവൾ കാണുന്നുണ്ട്. മാത്രമല്ല അതേ ബുക്കിൽ തന്നെ നിക്കോൾ, ക്രിസ്റ്റൽ അങ്ങനെയുള്ള കുറച്ച് പെൺകുട്ടികളുടെ പേരുമുണ്ട്. പാറ്റി നോക്കുമ്പോൾ അവിടുന്ന് ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണുന്നു. അത് കണ്ട് എല്ലാവരും ബെന്നിനെ കുറിച്ച് പറയുന്നത് സത്യമാണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നു. അവൾക്കത് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരിക്കും. ശേഷം അവൾ ആ ഡ്രസ്സെല്ലാം എടുത്ത് ഫയർ പ്ലേസിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയുന്നു. അതേസമയം ഇവൾക്കൊരു കോൾ വരുന്നു. അത് പൈസക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ജോസഫ് വിളിച്ചതായിരിക്കും. എന്റെ കയ്യിൽ പൈസ ഇല്ല, എങ്ങനെയായാലും സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. എന്നിട്ട് ബെന്നിന്റെ കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ലൈഫ് ആകെ മൊത്തം തകിടം മറിഞ്ഞു കിടക്കുകയാണെന്നൊക്കെ പാറ്റി പറയുന്നുണ്ട്. അന്നേരം ജോസഫ് ഞാൻ ബെന്നിന്റെ കാര്യം അറിഞ്ഞായിരുന്നു, എന്റെ അടുത്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതെന്താണെന്ന് നമ്മളെ കേൾപ്പിക്കില്ല. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പ്രസന്റിൽ ലായൽ ലിബിയെ വിളിച്ചിട്ട് ഇങ്ങനെ ഡിയോൺഡ്ര മിസ്സിംഗ് ആണെന്നും അവളെ ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അന്നേരമാർക്കും ക്രിസി ലിബിയുടെ അഡ്രസ്സ് വെച്ച് അന്വേഷിച്ച് ലിബിയുടെ കയ്യിൽ നിന്നും അന്ന് കടം വാങ്ങിയ പൈസയുമായിട്ട് വരുന്നേ. ക്രിസി ലിബിയോട് നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്ക് നീ ബെന്നിന്റെ സിസ്റ്റർ ആണെന്ന് മനസ്സിലായില്ലായിരുന്നു, എന്നിട്ടായിരിക്കും ബെൻ ഇവളെ അബ്യൂസ് ചെയ്തെന്ന് എല്ലാവരോടും പറഞ്ഞില്ലേ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നേ. അതായത് ബെന്നി ക്രിസി പഠിച്ച സ്കൂളിൽ വോളണ്ടിയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഡ്രോയിങ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ക്രിസി. ക്രിസിക്ക് ഇവനോട് പണ്ടേ ഒരു ക്രഷ് ഉണ്ട്. അങ്ങനെ ഇവർ പരിചയപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ തുടങ്ങി, ഒരുമിച്ച് പല സ്ഥലത്തും പോകാനും തുടങ്ങി. അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ അവർ തമ്മിൽ വഴിവിട്ട ബന്ധത്തിലേക്ക് പോയി. പക്ഷേ ബെന്നിന് അതൊക്കെ തമാശയായിരുന്നു. അവനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എന്നാൽ ക്രിസിക്ക് അത് തിരിച്ചായിരുന്നു. ബെന്നിന് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി കാണാനാകില്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ലെറ്ററാണ് അന്ന് പോലീസിന് കിട്ടിയത്. താനൊരു നേരം പോക്ക് മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ക്രിസി ആ ദേഷ്യത്തിലാണ് അവളുടെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് എല്ലാവരും ചേർന്ന് നടക്കാത്ത ഒരു അബ്യൂസിനെ പറ്റി വീട്ടിൽ പോയി പറഞ്ഞ് പ്രശ്നമാക്കിയത്. അവിടുന്ന് കേട്ടായിട്ട് ഇവിടെ പാസ്റ്റിൽ ജോസഫ് പറഞ്ഞ് പാറ്റി കാൽവിൻ എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ പോകുന്നു. എന്തിനാണെന്ന് അറിയില്ല. ഇവിടെ പ്രസന്റിൽ ലായലും ലിബിയും ട്രയെ കാണാൻ പോകുമ്പോൾ ബെന്നിന് ഇപ്പൊ നിന്റെ സഹായം ആവശ്യമാണ്, അവന് ഒരു അവസരമെങ്കിലും കൊടുത്തൂടെ എന്ന് ലായൽ പറയുന്നു. എന്തിന്റെ പേരിലാണ് ഞാൻ അവന് അവസരം കൊടുക്കേണ്ടത്? അവൻ അവന്റെ ആ കാമുകി ഡിയോൺഡ്രയെ പറ്റി പോലും എന്നോട് കള്ളം പറഞ്ഞു. അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല. ലിബി, കള്ളം പറയാത്തവരായിട്ട് ആരുമില്ല. നീയും പണ്ട് കോർട്ടിൽ അന്ന് ബെന്നാണ് നിന്റെ അമ്മയെയും സിസ്റ്റേഴ്സിനെയും കൊന്നതെന്ന് കള്ളം പറഞ്ഞില്ലേ എന്ന് ലായൽ ചോദിക്കുന്നു. അപ്പൊ ഇവക്ക് തിരിച്ചു പറയാൻ ഉത്തരവുണ്ടാകില്ല. അതായത് ശരിക്കും ബെന്ന് തന്നെയാണോ കൊലപാതകത്തിന് പിന്നിലെന്ന് ഇവക്കറിയില്ല. ബെന്നായിരിക്കും കൊന്നതെന്ന് അവളൊരു ഊഹം വെച്ച് പറഞ്ഞതാണ്. ശേഷം അങ്ങനെ അവർ ട്രേയുടെ അടുത്തെത്തുന്നു. എന്നിട്ട് ബെന്നും ഇവനും മുമ്പ് സാത്താൻ സേവ ചെയ്തതിനെ പറ്റിയൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ മുമ്പ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ ഞാൻ അതൊക്കെ നിർത്തി ദൈവവിശ്വാസിയെ. നിനക്ക് ഡിയോൺഡ്രെ ഓർമ്മയുണ്ടോ എന്ന് ലിബി ചോദിക്കുമ്പോൾ നിന്റെ ബെന്നിന് അവളെ വലിയ ഇഷ്ടമായിരുന്നു. അവളുടെ പേരൻസ് ആണെങ്കിൽ അവളെ എഴുതി തള്ളിയതുപോലെയാണ്. സോ അവൾ വീട്ടിൽ അങ്ങനെ നിൽക്കാറില്ല, വല്ലപ്പോഴും വീട്ടിൽ വന്നാലായി എന്ന് ട്രേ പറയുന്നു. അപ്പൊ ലായൽ ഡിയോൺഡ്രെ 25 വർഷമായിട്ട് മിസ്സിംഗ് ആണെന്ന കാര്യം പറയുന്നു. അത് സത്യമാകാൻ വഴിയില്ല. അവൾക്ക് ഈ ഫേക്ക് നെയിമൊക്കെ വെച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടം. അവള് മുമ്പ് പോളിപാം എന്ന് പറഞ്ഞ പേര് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രേ പറയുന്നു. അപ്പൊ ഈ പോളിപാം എന്ന് പറഞ്ഞ പേര് ബെന്നിന്റെ കയ്യിൽ ടാറ്റു അടിച്ചത് ലിബി മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ശേഷം ഇവർ പുറത്തേക്ക് വരുമ്പോൾ ട്രേ പറഞ്ഞ ആ പോളിപാം എന്ന പേര് ലായൽ ഗൂഗിളിൽ നോക്കുന്നു. അപ്പോൾ ആ പേരിൽ ഒരാൾ ഉണ്ടെന്നുള്ള അഡ്രസ് അടക്കമുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അവിടുന്ന് കട്ടായിട്ട് പാസ്റ്റിൽ ഡിയോൺഡ്രെ എന്തോ കേട്ട് ഞെട്ടി തരിച്ചിരിക്കുന്നുണ്ടാകും. എന്താ പ്രശ്നമെന്ന് ബെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പോലീസ് ഇവൻ അന്വേഷിക്കുന്നതും ക്രിസിയുടെ അബ്യൂസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവളോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഇവളുടെ ഫ്രണ്ടാണ്. ബെന്നാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവളും ക്രിസി പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല. ബെന്നിന്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം റണ്ണർ പറഞ്ഞ ഡിയോൺഡ്രയുടെ വയറ്റിലുള്ള കുട്ടി നിന്റേത് തന്നെയാണെന്ന് എന്താ ഉറപ്പ് എന്നുള്ള തിങ്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ആ സംശയത്തിന്റെ പേരിൽ ഇവൻ ഇതേപറ്റി ഇവളോട് ചോദിക്കുന്നു. ബെൻ, നീ ഇതെന്ത് മണ്ടത്ര വിളിച്ചു പറയുന്നേ? ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ നാട് വിട്ട് ഇന്ന് തന്നെ പോകണം. എന്റെ കയ്യിൽ $200 ഉണ്ട്. നിന്റെ വീട്ടിൽ എത്ര എടുക്കാൻ ഉണ്ടാകുമെന്ന് ഡിയോൺഡ്ര ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ ഞാൻ സേവ് ചെയ്ത കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ബെൻ അവന്റെ വീട്ടിൽ പോയി ആരും കാണാതെ പൈസ എടുക്കാൻ നോക്കുന്നു. ഇതേ ദിവസം തന്നെയാണ് ഇവരുടെ വീട്ടിൽ കൊലപാതകം നടന്നത്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പ്രസന്റിൽ ഡിയോൺഡ്രയുടെ അഡ്രസ്
അഡ്രസ്സ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലിബി അവിടെ എത്തുന്നു. അവളെ കണ്ട ഡിയോൺഡ്ര അല്ല നീ എന്താ ഇവിടെ, ബെന്ന് നിന്നോട് എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അവനൊന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ലിബിയും പറയുന്നു. ആക്ച്വലി അന്ന് നിന്റെ വീട്ടുകാർ മരിക്കുന്ന ഡേ ഞാനും ബെന്നിന്റെ കൂടെ ആ വീട്ടിലുണ്ടായിരുന്നു. അന്നേ ദിവസമാണ് ഞങ്ങൾ ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചത്. അതിനു വേണ്ട പൈസക്ക് ബെൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആ വീടിനകത്ത് കയറിയില്ല, പുറത്തു നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും വീടിനകത്ത് പോയ അവനെ കാണാത്തത് കൊണ്ട് എന്നെ അവൻ പറ്റിച്ചു. ഇനി അവൻ വരില്ല എന്ന് കരുതി ഞാൻ അവിടുന്ന് തിരിച്ചുപോയി. അങ്ങനെ പിറ്റേ ദിവസമാണ് ഞാൻ ആ കൊലപാതകത്തെ പറ്റി അറിയുന്നത്. ശേഷം ആ ദിവസം തന്നെ ഞാൻ എന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നാട് വിട്ടുപോയി. അന്നേരം ലിബി നീ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നില്ലേ, ആ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഡിയോൺഡ്രയുടെ മകളായ ക്രിസ്റ്റൽ അവിടെ വരുന്നത്. അപ്പൊ അന്ന് പാറ്റി ബെന്നിന്റെ റൂമിൽ കയറിയപ്പോൾ ബെന്നിന്റെ നോട്ടിൽ നിക്കോൾ, ക്രിസ്റ്റൽ അങ്ങനെയുള്ള പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് അവന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇടാൻ പറ്റിയ പേര് എഴുതി വെച്ചതായിരുന്നു അതൊക്കെ. അപ്പോഴായിരിക്കും പാസ്റ്റിൽ ബെൻ ആരും കാണാതെ പൈസ എടുക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയത് കാണിക്കുക. സത്യത്തിൽ ഡിയോൺഡ്ര കള്ളം പറഞ്ഞതായിരുന്നു. അന്ന് അവന്റെ കൂടെ അവളും ആ വീടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ശേഷം അവർ ബെന്നിന്റെ റൂമിലേക്ക് കയറുന്നു. അപ്പൊ തന്റെ റൂമിൽ വേറെ ആരോ കയറിയിട്ടുണ്ടെന്ന് ബെന്നിന് മനസ്സിലാകുന്നുണ്ട്. കാരണം അവന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വാങ്ങിച്ച ഡ്രസ്സൊന്നും അവിടെ ഉണ്ടാകില്ല. അപ്പോ പാറ്റി അന്ന് തെറ്റിദ്ധരിച്ച് കത്തിച്ചു കളഞ്ഞത് ഈ ഡ്രസ്സായിരുന്നു. ഇതൊക്കെ കണ്ട് ഡിയോൺഡ്ര ഇതിന്റെ പിറകിൽ മിഷേൽ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് മിഷേലിനോട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്തായിരിക്കും ലിബി പാറ്റിയുടെ റൂമിലേക്ക് ഉറക്കം വരാത്തത് കൊണ്ട് പോകുന്നത്. അതായത് നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അതേസമയം മിഷേലിന് ബെന്നും ഡിയോൺഡ്രയും ബെന്നിന്റെ റൂമിലുണ്ടെന്ന് മനസ്സിലാകുന്നു. അവൾ അവരോട് നിങ്ങൾ ഇവിടെയാണല്ലേ ഉള്ളത്, ഞാൻ എന്തായാലും മമ്മിയോട് ഈ കാര്യം പറയുമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ നോക്കുമ്പോഴായിരിക്കും ഡിയോൺഡ്ര അവളുടെ വാ മൂടി അങ്ങ് പിടിച്ചു വലിക്കുന്നത്. പ്രസന്റിൽ ബാത്റൂമിൽ പോകണമെന്ന് ഡിയോൺഡ്രയോട് പറഞ്ഞ് ലിബി ബാത്റൂമിലേക്ക് പോകുന്നു. അതേ സമയത്തായിരിക്കും ലായൽ ഇവളെ വിളിച്ചിട്ട് അന്ന് ജോസഫ് പറഞ്ഞിട്ട് പാറ്റി ഒരു കാൽവിൻ എന്ന് പറഞ്ഞ ആളെ കാണാൻ പോയില്ലേ, അയാളെ പറ്റി ഒരു കാര്യം പറയുന്നേ. കാൽവിൻ ഒരു ഹിറ്റ്മാൻ ആണ്, അതായത് ഒരു കോൺട്രാക്ട് കില്ലർ. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആരെ വേണേലും കൊല്ലും. കൂടുതൽ കടത്തിൽപ്പെട്ടവരാണ് അവരെ തന്നെ കൊല്ലാൻ ഇവനെ ഹയർ ചെയ്യുന്നത്. ഇൻഷുറൻസ് മണി കിട്ടാൻ. പാറ്റി ഓൾറെഡി കടത്തിലാണല്ലോ, പിന്നെ അവളുടെ ആ ഫാമും ഫോർക്ലോഷർ ആകാൻ പോകുന്നു. താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുട്ടികൾക്ക് ഇൻഷുറൻസ് മണി കിട്ടും. അപ്പൊ അവരെയെങ്കിലും ഈ പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാകുമെന്ന് പാറ്റി ചിന്തിച്ചു. പോളിസി റൂൾ പ്രകാരം സൂസൈഡ് ചെയ്താൽ ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കില്ല. അതുകൊണ്ട് അവളെ കൊല്ലാൻ കാൽവിനെ ഹയർ ചെയ്തു, റിയൽ മർഡർ പോലെ തോന്നിക്കാൻ. അപ്പൊ ഇതായിരുന്നു ശരിക്കും സംഭവിച്ചത്. ഇത് കേട്ട് ലിബി ഞെട്ടുന്നു. അപ്പൊ ഈ കാൽവിനെ പോലീസ് പൊക്കി. അവനിപ്പോ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. അന്നേരം ലിബി അവൾ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ ലായലിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്നെ ഇപ്പൊ ഇവിടെ വന്ന് പിക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അതേ സമയമായിരിക്കും അവൾ അവിടെ പാറ്റിയുടെ റൂബിയുടെ മുമ്പ് റണ്ണർ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന മാല കാണുന്നേ. അല്ല, അമ്മയുടെ മാല എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള സംശയമൊക്കെ ഇവൾക്ക് വരുന്നുണ്ട്. ശേഷം അവൾ ആ മാല എടുത്ത് മാലയുടെ കാര്യമൊന്നും ഡിയോൺഡ്രയോട് ചോദിക്കാതെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോൾ ഡിയോൺഡ്ര അന്ന് രാത്രി ഞാൻ ബെന്നിന്റെ കൂടെ ഉണ്ടായ കാര്യം നീ ആരോടും പറയരുതെന്ന് ഇവളോട് പറയുന്നു. അതെന്തുകൊണ്ടായെന്ന് ലിബി ചോദിക്കുമ്പോഴായിരിക്കും പിറകെ നിന്ന് വന്ന് ക്രിസ്റ്റൽ എന്തോ കൊണ്ട് ലിബിയുടെ തലക്കടിച്ച് അവളുടെ ബോധം കെടുത്തുന്നു. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പാസ്റ്റ് ആണ്. കാൽവിന് തന്നെ കൊല്ലാൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പാറ്റി അതിനുവേണ്ടി ലിബി കാണാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. കാൽവിൻ പാറ്റിയെ കണ്ടതും അപ്പൊ തന്നെ കത്തി കൊണ്ട് കുത്തുന്നു. എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഡെബി പാറ്റി അന്വേഷിച്ചിട്ട് അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇവിടെ മറുഭാഗത്ത് ഡിയോൺഡ്ര അവളുടെ കുഞ്ഞിന് വാങ്ങി വെച്ച ആ ഡ്രസ്സ് നശിപ്പിച്ച് കളഞ്ഞത് മിഷേൽ ആണെന്ന് വിചാരിച്ചുകൊണ്ടും സ്കൂളിൽ ഇവളെ കുറിച്ച് ഓരോന്നും പറഞ്ഞ് നടക്കുന്നതിന്റെ ദേഷ്യത്തിലും മിഷേലിന്റെ കഴുത്ത് പിടിച്ച് അങ്ങ് അമർത്തുന്നു. അതുകണ്ട് ബെന്നി ഡിയോൺഡ്ര പരമാവധി പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഡിയോൺഡ്ര ആ പിടി വിടുന്നുണ്ടാകില്ല. ഇവിടെ റൂമിൽ നിന്ന് പുറത്തു വന്ന ഡെബി കാൽവിനെ കാണാൻ ഇടയാകുന്നു. അതുകണ്ട് പാറ്റി അവളോട് നീ ഇവിടെ നിൽക്കേണ്ട, വേഗം പോ എന്ന് പറയുന്നു. പാറ്റിയെ കൊല്ലാൻ മാത്രമായിരുന്നു ഡീൽ. ബട്ട് ഡെബി കണ്ട സ്ഥിതിക്ക് ഡെബി ഇനി ആരോടേലും പറഞ്ഞാലോ എന്ന് ചിന്തിച്ച് വേറെ വഴിയില്ലാത്തത് കൊണ്ട് കാൽവിൻ ഡെബിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതേസമയം ഇവിടെ ഡിയോൺഡ്ര കാരണം മിഷേലും മരിച്ചിട്ടുണ്ടാകും. ശരിക്കും ഇങ്ങനെയാണ് ഇവിടെ നടന്നത്. അന്നേരം പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ബെന്ന് ചെന്ന് നോക്കുന്നു. ആ സമയത്തായിരിക്കും ലിബി അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ലിബി നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന അവളുടെ ചേച്ചിയെയും അമ്മയുമായിരിക്കും. അവിടെ വെച്ച് ബെന്നിനെ കണ്ടത് കൊണ്ട് തന്നെ ലിബി ബെന്നാണ് എല്ലാവരെയും കൊന്നതെന്ന് തെറ്റിദ്ധരിച്ചു. ലിബി ബെന്നിനെ പേടിച്ച് പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകുന്നു. ലിബി ഇനി നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഡിയോൺഡ്ര ബെന്നിനോട് നീ വേഗം പോയി ലിബിയെ പിടിച്ചു കൊണ്ടുവാ, ഇവിടെ വെച്ച് അവളെയും തീർക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ബെന്നി ലിബിയെ അന്വേഷിച്ച് പോകുന്നു. അപ്പൊ ലിബി അവിടെയുള്ള ഒരു കോഴിക്കോട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ബെൻ അവളെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ അഭിനയിച്ച് നേരെ ഡിയോൺഡ്രയുടെ അടുത്ത് പോയിട്ട് അവളോട് ലിബിയെ എവിടെയും കണ്ടില്ല എന്ന് കള്ളം പറയുന്നു.
ഇനി പോലീസ് വന്നു കഴിഞ്ഞാൽ മിഷേലിനെ കൊന്നത് ഡിയോൺഡ്രെ ആണെന്ന് മനസ്സിലാകുമല്ലോ. ഡിയോൺഡ്രയ്ക്കും അവരുടെ കുഞ്ഞിനു വേണ്ടിയും ആ തെറ്റ് ഏറ്റെടുക്കാൻ ബെന്ന് തയ്യാറായി. ഇനി ആരോടെങ്കിലും ബെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ഡിയോൺഡ്ര ക്രിസ്റ്റലിനെയും കൂട്ടിയിട്ട് ആരും അറിയാതെ ഒളിച്ചു താമസിച്ചത്. ലിബിയെ ക്രിസ്റ്റൽ അടിച്ച് ബോധം കെടുത്തിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൽ പോയ സമയത്ത് ലിബി പാറ്റിയുടെ അവിടെ ഉണ്ടായ മാല എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് ബാത്റൂമിൽ പോയ ക്രിസ്റ്റലിന് ആ മാല മിസ്സായതും അത് എടുത്തത് ലിബിയാണെന്നും ലിബിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി എന്നും മനസ്സിലായി. അതാണ് അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തിയത്. ശേഷം ലിബിയെ കൊല്ലാൻ വേണ്ടി ഡിയോൺഡ്ര ക്രിസ്റ്റലിനോട് ആ തോക്ക് എടുക്കാൻ വേണ്ടി പറയുന്നു. തോക്ക് അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ക്രിസ്റ്റൽ ഡിയോൺഡ്രയോട് അമ്മ ഇവിടെ എങ്ങും തോക്ക് കാണുന്നില്ല എന്ന് പറയുന്നു. എടി മര്യാദക്ക് നോക്ക്, അത് അവിടെ എങ്ങാനും ഉണ്ടാകുമെന്ന് ഡിയോൺഡ്രയും. ഇല്ല അമ്മേ, ഞാൻ നോക്കി കാണുന്നില്ല. അങ്ങനെ തോക്ക് കാണാത്തത് കൊണ്ട് അത് പരതാൻ ഡിയോൺഡ്രയും പോകുന്നു. അപ്പം ഇവർ ഇവിടുന്ന് തോക്ക് പരതുന്ന സമയത്തായിരിക്കും ലിബിയുടെ ബോധം വരുന്നത്. ലിബി മെല്ലെ എഴുന്നേറ്റ് അവിടുന്ന് ഓടുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റലിന് തോക്ക് കിട്ടുന്നുണ്ട്. ലിബി ഓടുന്നത് കണ്ട ക്രിസ്റ്റൽ അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് എങ്ങനെയോ അത് വെട്ടിച്ച് ലിബി ഓടി നേരെ ബേസ്മെന്റിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെയുള്ള വിൻഡോയിലൂടെ പുറത്ത് കടക്കാൻ നോക്കുന്നുണ്ട്. ക്രിസ്റ്റലും ഡിയോൺഡ്രയും അവളെ പിറകെ നിന്ന് പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലിബി അതൊക്കെ മറികടന്ന് കഷ്ടപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് ചാടുന്നു. ലിബി രക്ഷപ്പെട്ടാൽ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുമെന്ന് നന്നായി ബോധമുള്ളത് കൊണ്ട് അവളെയും അന്വേഷിച്ച് ക്രിസ്റ്റലും ഡിയോൺഡ്രയും അലയുന്നു. ലിബി അവരുടെ കണ്ണിൽ പെടാതെ താഴെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അന്നേരം പാറ്റി മരിക്കുന്നതിന് മുമ്പ് അവസാനമായി ഇവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ ഓർത്ത് ഇവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അപ്പോഴേക്കും ലായൽ ലിബി നേരത്തെ തന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ എത്തുന്നു. അങ്ങനെ അവൾ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ട്. ശേഷം പോലീസിനോട് ഇവർ കാര്യങ്ങളെല്ലാം കൈമാറുന്നു. ക്രിസിയെ അറസ്റ്റ് ചെയ്യുന്നു. ഒപ്പം ബെന്നിനെ ഹയർ അതോറിറ്റി റിലീസ് ചെയ്യാനും തീരുമാനിക്കുന്നു. പക്ഷെ ക്രിസ്റ്റൽ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവളെ കണ്ടുപിടിക്കാൻ ഇവർക്ക് ഇതുവരെ ആയിട്ടും പറ്റിയിട്ടില്ല. തുടർന്ന് ലിബിയും ബെന്നും പരസ്പരം സംസാരിച്ച് അവർക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും അകൽച്ചകളും പ്രശ്നങ്ങളും ഒക്കെ തീർക്കുന്നു. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.